എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? കുറേ നാളുകളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തരുന്ന ഒരു വലിയ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ വലിയ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുപ്പത്തിലുള്ള വലുപ്പമല്ല. സംഭവം നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് 100 എക്സ്പെരിമെന്റ് ആണ്. 100 എക്സ്പെരിമെന്റ്, അതും ഒരു മണിക്കൂറിൽ നമുക്ക് 100 എക്സ്പെരിമെന്റും കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചന്മാരെ, ഇതേ നോക്കി, ഇനി നമ്മളുടെ എക്സ്പെരിമെന്റ് കാര്യത്തിലേക്ക് കിടക്കാം. ഇതേ നോക്കുമ്പോൾ ഈ ഓരോ ടേബിളുകളിലായിട്ട് ഒരുപാട് സയൻസ് എക്സ്പെരിമെന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന എക്സ്പെരിമെന്റുകൾ 100 എക്സ്പെരിമെന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറാണ് നമ്മൾ പറഞ്ഞ പോലെ ടൈം ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ എത്രത്തോളം എക്സ്പെരിമെന്റുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, അതും ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സംഭവം ഇതാണ് നമ്മുടെ മെയിൻ എക്സ്പെരിമെന്റ്. ഒരു മണിക്കൂറിൽ 100 സയൻസ് എക്സ്പെരിമെന്റ്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നോക്കിയ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്ത് അവസാനത്തെ എക്സ്പെരിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിന്നറായി. അതും ഒരു മണിക്കൂറിനുള്ളിൽ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം എക്സ്പെരിമെന്റ് നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ആവാനായിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ 9:59 ആണ് സമയം. കൃത്യം നമ്മൾ 9:59 മാറി 10 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 11 മണി വരെ ആയിരിക്കും കേട്ടോ നമ്മൾ ടൈം ഇടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് 10 ആവുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേ. ഓക്കെ, 10 ആയിട്ടുണ്ട്. പോലെ പിടിച്ചോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോഡിയം മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ കാണുന്ന കുപ്പിയിൽ സോഡിയം മെറ്റൽ ഉണ്ട്, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സോഡിയം മെറ്റൽ കേട്ടോ. നമുക്കറിയാം സോഡിയം മെറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് പോലെ തന്നെ ഇതൊരു മെറ്റലാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റലാണ് കേട്ടോ. നമുക്ക് സാധാരണ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റലാണ്. ഇത് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കാം. സാധാരണ ഒരു ലോഹം നമ്മളിത് ഇനി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് അടച്ചു വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ നേരെ അതിലേക്ക് വന്ന് വീഴും. നമ്മളിത് സോഡിയം എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ഓക്കെ, വെയിറ്റിംഗ് ആണ്. ഓ, കത്ത് പിടിച്ചിട്ടുണ്ട്. സോഡിയം മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ, ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ബാക്കി സോഡിയം ഉള്ളത് നമുക്ക് തട്ടിക്കളയാം, അല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ തീപിടുത്തായി പോകും. ഓക്കെ, ആ എക്സ്പെരിമെന്റ് കഴിഞ്ഞു. സെക്കൻഡ് എക്സ്പെരിമെന്റ് നമ്മുടെ സോഡിയം പോളി അക്രലൈറ്റ്. ഇത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്, സ്നോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ സ്നോ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മളൊരു ബീക്കറിലേക്ക് വെള്ളം എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ബീക്കറിൻ്റെ ഏകദേശം ഒരു നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സോഡിയം പോളി അക്രലൈറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. ഇതിനെ ഹൈഡ്രോഫോളിക് പൗഡർ എന്നുകൂടി പറയൂട്ടെ. നമ്മൾ ഇട്ട് വെയിറ്റ് ചെയ്യാണ്. ഇനി നോക്കാം, ഏകദേശം ഒരു 30 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത്ര വെള്ളത്തിൽ നമ്മൾ ആകെ ഒരു സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്താണ് ഈ വെള്ളത്തിന് സംഭവിക്കാൻ പോകണേന്ന് ഞാനിതിപ്പോൾ കാട്ടിത്തരാം. നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ തന്നെ വെച്ചിട്ട ആ ഒരു പൗഡർ ഇനി നമ്മൾ നോക്കുമ്പോൾ മഞ്ഞായിട്ട് മാറുന്നത് ഞാൻ കാണിച്ചു തരട്ടെ. സംഭവം എന്തേ, ഈ ഒരു ബീക്കറിൽ നമ്മൾ വെച്ചായിരുന്ന ആ ഒരു പൗഡർ ദേ മഞ്ഞായി മാറിയിരിക്കുകയാണ്. സംഭവം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റിൻ്റെ 100 ടൈംസ്, അതായത് 1000 തുടങ്ങി 100 തുടങ്ങി 1000 ടൈംസ് വരെ ഇതിന് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അടുത്ത ഇത്തിരി ഡേഞ്ചറാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കിത് നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് റിയാക്ട് വിത്ത് ഗ്ലിസറിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നേരെ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചെടുക്കുക. നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന പൊട്ടാസ്യം പെർമാഗ്നേറ്റും ഗ്ലിസറിനുമാണ്. നമ്മളിതേ നേരെ നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പൊട്ടിച്ച് നമ്മളൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നമ്മൾ ഇനി നടുക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നേരെ നമ്മുടെ ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ദേ മോനെ, കത്തിയിടാ കത്തി. അടിപൊളി. ഇതേ നോക്കി, തീ പിടിച്ച് നോക്കി. ഓ, അടിപൊളിയായിട്ട് കത്തുന്നില്ലേ? ഓക്കെ, അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോവാം. അല്ലെങ്കിൽ നമ്മുടെ സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത എക്സ്പെരിമെന്റ് നമ്മുടെ അമോണിയം ഡൈക്രോമേറ്റ് വോൾക്കാനോ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വോൾക്കാനോ നോക്കണ്ടേ നമുക്ക്. അപ്പം നമ്മളിത് അമോണിയം ഡൈക്രോമേറ്റ് എടുത്തിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇതിൻ്റെ കളർ കണ്ട നല്ലൊരു ഓറഞ്ച് കളറാണ്. ഓക്കെ, ഇത്ര മതിയാവും. ഇനി നമുക്ക് നമ്മുടെ അഗ്നിപർവ്വതം വോൾക്കാനോക്ക് തീ കൊടുക്കാനായിട്ട് പോവാണ്. നമ്മളിത് ഒരു ലൈറ്റർ വെച്ച് നമ്മളിതിന് തീ കൊടുത്ത് വിടാണ്. ഓക്കെ, ആദ്യം ഒന്ന് തീ പിടിച്ച് വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. നല്ല കാറ്റുണ്ട് ഇവിടെ. കത്തി വന്നു കഴിഞ്ഞ സംഭവം പക്ഷെ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല. പക്ഷെ കത്തി വരാനായിട്ട് ഇച്ചിരി പാടാണ്. മോനെ, ഇച്ചിരി ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കത്തിക്കാനെടുത്തോ. അപ്പോൾ ഇത് എക്സ്പെരിമെന്റിന്റെ ഇടയിൽ ഇങ്ങനെ പാളിച്ചകൾ വരും. അങ്ങനെയാണ് നമ്മൾ സമയം പോകുന്നത് കേട്ടാ. ഓക്കെ, നമ്മൾ എന്തായാലും ഇച്ചിരി പവറുള്ള തീയാണെങ്കിൽ കൊടുക്കാൻ പോവാണേ. ഓക്കെ, ഓക്കെ, നല്ല കാറ്റാണേ, അതുകൊണ്ട് തീ ഒരു സ്ഥലത്ത് നിൽക്കണില്ല. ഓക്കെ, ഇപ്പൊ തീ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ദേ സാധാരണ നിന്ന് നമ്മുടെ അമോണിയം ഡൈക്രോമേറ്റ് ഇപ്പോ ദേ അഗ്നിപർവ്വതമായിട്ട് ചാരം പുകയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം നോക്കിയാൽ നമ്മുടെ ടൈം കളഞ്ഞ എക്സ്പെരിമെന്റ് ആട്ടോ ഇത്. പക്ഷെ അടിപൊളിയായിട്ട് ദേ നോക്കിയേ നമ്മുടെ ആ ഒരു അഗ്നിപർവ്വതം കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ശരിക്കും ചാരവും പുകയൊക്കെ അതിൽ നിന്ന് വരുന്നത് കാണാൻ പറ്റും. ഒറിജിനൽ അഗ്നിപർവ്വതത്തിന് ആഷ് വരുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഫയറും ആഷും ദേ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോയാലോ. ഓക്കെ, അടുത്ത എക്സ്പെരിമെന്റ് വെച്ചാൽ മോനെ ലൈറ്റർ മാറ്റി വെച്ചോ. അടുത്ത എക്സ്പെരിമെന്റ് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പോവാണ്. ഹൈഡ്രജൻ ബലൂൺ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ഈ കുപ്പിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കേ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അലുമിനിയം ബോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി അലുമിനിയം ബോൾസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് അലുമിനിയം ബോൾസ്. ഇത് നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ആയി, ഓക്കെ, നമ്മൾ കുറച്ചധികം ബോൾസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അലുമിനിയം ബോൾസൊക്കെ നല്ല രീതിക്ക് നമ്മുടെ കുപ്പിയിലേക്ക് നിറച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഡ്രെയിൻ ക്ലീനറാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഡ്രെയിൻ ക്ലീനറാണ്. ഇത് നമ്മളിത് ഒരു സൈഡ് പൊട്ടിച്ച് നേരെ ഒരു ബലൂൺ എടുത്ത് ആ ബലൂണിലേക്ക് നമ്മളിത് ഫില്ല് ചെയ്യണേ, നമ്മുടെ ഡ്രെയിൻ ക്ലീനർ. ഓക്കെ, നമ്മൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റ് ഒക്കെ കുറച്ച് സമയം കളഞ്ഞോളൂ കേട്ടോ നമ്മുടെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കിയിട്ടേ നമ്മൾ വിടുന്നുള്ളൂ. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മുടെ ബലൂണിൽ ഡ്രെയിൻ ക്ലീനർ ഫില്ല് ചെയ്തു. നമ്മൾ നേരെ നമ്മുടെ കുപ്പിയുടെ വായിലേക്ക് ഇത് കയറ്റി കൊടുക്കാണ്. നമ്മുടെ ഗ്ലൗസൊക്കെ തെറ്റി പോകുന്നുണ്ടേ, എന്നാലും കുഴപ്പമില്ല. നമ്മൾ നേരെ ഇത് വെച്ചു. ഇനി ഇത് പൊക്കുമ്പോൾ നമ്മുടെ ഡ്രെയിൻ ക്ലീനർ അതിൻ്റെ ഉള്ളിലേക്ക് വീഴും. ഇനി റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് ഇവിടെയൊക്കെ ക്ലിയർ ചെയ്യാവുന്ന നമ്മളിതിന് മുമ്പ് ചെയ്ത് വെച്ച എക്സ്പെരിമെൻറ്റിൽ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ തെന്നി തിരിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റി ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി വെയിറ്റിംഗ് ആണേ. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം, അപ്പോഴേ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടാ. ഇതും ഒരു എക്സോതെർമിക് റിയാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇനി നല്ല ചൂടുണ്ടാവും. കുപ്പിയിൽ പിടിച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് വരും. ഇതിൽ നിന്ന് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നൊരു ഹൈഡ്രജൻ, അതാണ് നമുക്ക് വേണ്ടത്. ഹീറ്റും ഹൈഡ്രജനും ഉണ്ട് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ റിയാക്ഷൻ നടക്കാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതെന്തായാലും നമ്മുടെ സമയം കളയുന്നൊരു എക്സ്പെരിമെൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് മുമ്പൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടാറുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് റിസൾട്ട് ഇച്ചിരി ഡിലേ ആണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. നമ്മുടെ ഡ്രെയിൻ ക്ലീനർ കുറഞ്ഞു പോയിട്ടാണെങ്കിൽ അത് കൂട്ടാനായിട്ട് നമ്മളിത് ഒരു ബലൂൺ കൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഡ്രെയിൻ ക്ലീനർ ഫില്ല് ചെയ്യണേ. നമ്മുടെ ഹൈഡ്രജൻ നിറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ ചെറുതായിട്ട് നമ്മുടെ ബലൂൺ വീർത്ത് തുടങ്ങിയിട്ടുണ്ടേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിനേക്കാളും ഭയങ്കര ടഫാണ് കേട്ടോ നമ്മൾ കട്ടില്ലാതെ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബലൂൺ വീർത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ,
ഓക്കെ, ഇത് ബലൂൺ വീർത്ത് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ സമയം കളയുന്ന ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ്. സംഭവം നമ്മൾ പെട്ടെന്നൊരു ക്വിക്ക് റിസൾട്ടാണ് പ്രതീക്ഷിച്ചെങ്കിലും സമയം എടുക്കുന്നുണ്ട് ഇത് വീർത്ത് വരാനായിട്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ എന്തായാലും ചെയ്തുല്ലോ, അപ്പോൾ അതിൽ നിന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇത് വീർത്ത് വരട്ടെ. ഓക്കെ, ഇത് വീർത്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത എക്സ്പെരിമെന്റ് നോക്കിയാലോ പ്രിയണേ. ഓക്കെ, അടുത്ത എക്സ്പെരിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമൺ സെല്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും പ്ലേറ്റുകൾ എടുത്തിട്ട്, സോറി ലെമൺ സെല്ലല്ല പൊട്ടാറ്റോ സെല്ല് പറഞ്ഞത് മാറിപ്പോയേ. അപ്പോൾ ഇതേ നമ്മൾ കോപ്പർ അതുപോലെ തന്നെ സിങ്കിൻ്റെ പ്ലേറ്റ് നമ്മൾ പൊട്ടാറ്റോയിലേക്ക് ഇറക്കി വെച്ച് സീരീസ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ സീരീസ് ആക്കുമ്പോൾ നമുക്ക് വോൾട്ടേജ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പൊട്ടാറ്റോ സെല്ലിലേക്ക് കോപ്പറും സിങ്കും കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ പതിയെ പതിയെ വീർത്ത് വരുന്നുണ്ടേ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഏകദേശം 4 പൊട്ടറ്റോ ഉണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ലെമൺ വെച്ച് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഔട്ട് എടുക്കാനായിട്ടുള്ള സിങ്കും കോപ്പറും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ സെല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഇനി നമ്മുടെ പൊട്ടാറ്റോ സെല്ലിൻ്റെ ഔട്ട് നോക്കിയാലോ. നമുക്ക് നേരെ എടുക്കുന്നു, നമ്മളൊരു LED വെച്ചിട്ട് അത് ലൈറ്റ് കത്തുമോ ഇല്ലയോ നോക്കുകയാണ്. ഓക്കെ, എപ്പോഴാണ് കാണുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ ഒരു നീല ലൈറ്റ്? ഓക്കെ, അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സെല്ല് വർക്കിംഗ് ആണ്. ഒരു നീല ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെ നമുക്കൊരു വേറെ LED വെച്ച് വേറെ കളർ വരുമെന്ന് നോക്കാം. ഓക്കെ, ഓ ഇത് പക്ഷെ കാണാൻ പറ്റുന്നില്ല തോന്നുന്നു, വെള്ളവെട്ടമാണ് വരുന്നത്. അത് കാണുന്നില്ലല്ലോ, കാണുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ബ്ലൂ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ എക്സ്പെരിമെൻറ്റ് തുടങ്ങിയപ്പോൾ ഇച്ചിരി വെയിലായി പോയിട്ടോ, അതാണ് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നത്. കണ്ട, അപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ ഒന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് ചെറിയൊരു LED ബൾബ് നമ്മൾ കത്തിച്ചേക്കാണ്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ പതിയെ വീർത്ത് വരുന്നുണ്ട്. അടുത്തൊരു എക്സ്പെരിമെൻ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ബലൂൺ എടുത്തിട്ട് പൊക്കി പറത്തി വിടാം. എന്തായാലും ഇവിടെ റിയാക്ഷൻ നടക്കട്ടെ, നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ വീർത്ത് വരട്ടെ. ഓക്കെ, അടുത്തത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നിയോഡിയം മാഗ്നറ്റ് ആണ്. ഈ കാണുന്ന കുഞ്ഞ് നിയോഡിയം മാഗ്നറ്റ് ഇല്ലേ, ഇത് നമ്മളൊരു AA ബാറ്ററിയുടെ താഴെയായിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഇൻസുലേറ്റഡ് അല്ലാത്തൊരു കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. ഇത് ദേ ഈ കാണുന്ന ഷേപ്പിലേക്ക് നമ്മൾ മടക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ദേ ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മാഗ്നറ്റായി മാറും. ഒപ്പം നമുക്കൊരു മോട്ടറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കറങ്ങിക്കഴിഞ്ഞാൽ സംഭവം വർക്കിംഗ് ആണ്, കറങ്ങിയില്ലെങ്കിൽ വർക്കിംഗ് അല്ല. ഓക്കെ, ഒരു ടേണിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് കറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോകട്ടോ. ഓക്കെ പ്രവീണേ, ഇത് പണിപാളിയല്ലോടാ. ഓക്കെ, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ വെക്കുമ്പോൾ ആക്ച്വലി ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഗായ്സ്. പണിപ്പാളിന്ന് തോന്നുന്നേ. മോനെ സമയം എത്രയാടാ? 12 മിനിറ്റ് കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. ഒരു ആട്ടമൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്കിത് കറക്റ്റ് കറങ്ങി കിട്ടുന്നില്ല. ഓക്കെ, ഇടയിലൊരു എക്സ്പെരിമെൻറ്റ് ഫ്ലോപ്പായി പോയി. നമ്മളിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഇവിടെ വീർത്ത് വരുന്നുണ്ട്. അടുത്തൊരു എക്സ്പെരിമെൻറ്റ് കൂടി കഴിയുമ്പോൾ സംഭവം നമുക്ക് ഹൈഡ്രജൻ ബലൂൺ പൊക്കാട്ടോ. അപ്പോൾ അടുത്ത എക്സ്പെരിമെൻറ്റ് നമ്മുടെ ബലൂൺ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ബലൂൺ എടുത്ത് വീർപ്പിച്ചു. ഈ കാണുന്ന ബലൂൺ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റർ എടുത്ത് നമ്മൾ ഈ ബലൂണിൻ്റെ താഴെ തീ കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് പൊട്ടിപ്പോയല്ലേ? ഇനി ഇത് തന്നെ നമ്മളിത് അടുത്തൊരു രീതിയിൽ ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഈ ബലൂൺ എടുത്ത് നേരെ നമ്മുടെ കുപ്പിയുടെ വായിലേക്ക് വെച്ചിട്ട് ഇതിൽ നിന്ന് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യണേ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് വെള്ളമാണ്, എല്ലാവർക്കും അറിയാലോ. ഇനി നമ്മൾ ഇത് കത്തിക്കാനായിട്ട് പോവാണ്. എന്താ സംഭവിക്കാൻ നോക്കട്ടാ. സത്യം പറഞ്ഞാൽ ബലൂൺ പൊട്ടേണ്ടതാണ്, പക്ഷെ ബലൂൺ പൊട്ടിയില്ല. ഇതിന് കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം ഈ ബലൂണിലേക്ക് അടിക്കുന്ന ചൂടിനെ സ്വന്തമായിട്ട് ആ വെള്ളത്തിന് ചൂടായി നീരാവി ആവാൻ വേണ്ടിയിട്ട് ആ വെള്ളം വലിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ബലൂൺ പൊട്ടാതിരുന്നത്.
അത് അഴിവിന് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ എന്തായി നോക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിക്ക് ഹൈഡ്രജൻ വന്ന് വീർത്ത് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കെട്ടി മുകളിലേക്ക് അങ്ങ് വിടാൻ തോന്നുന്നു. മുകളിലേക്ക് പോവായിരിക്കും. ഒരു എക്സ്പെരിമെൻ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് വരാം അല്ലേ. അപ്പോൾ വേറൊരു ബലൂൺ നമുക്ക് വീർപ്പിച്ചാലോ. അപ്പോൾ ഈ ബലൂൺ പൊന്തില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷെ വീർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഈ ബേക്കിംഗ് സോഡ നമ്മൾ നേരെ നമ്മുടെ കത്രിക ഒന്ന് വേണേ. ഓക്കെ, നമ്മൾ ബേക്കിംഗ് സോഡ എടുത്ത് നേരെ ഇതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് നമ്മുടെ ബലൂണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ഫില്ല് ചെയ്യണേ ബേക്കിംഗ് സോഡ. ഓക്കെ, ഇവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് നമുക്ക് വേണ്ടത് വിനാഗിരി, ബേക്കിംഗ് സോഡ, ബലൂൺ, ഇത്ര സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ ഒരു കുപ്പിയിൽ വിനാഗിരി ഉണ്ട്. ഈ വിനാഗിരിയിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട ബലൂണിൻ്റെ വായ നമ്മൾ കയറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് പൊക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും നോക്കാം. പൊക്കിക്കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ ഇതിൻ്റെ ഉള്ളിലേക്ക് വീണു. നമ്മുടെ ബലൂൺ പതിയെ വീർത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഭയങ്കര ഫാസ്റ്റായിട്ടല്ല, പതിയെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബലൂൺ കൂട്ടൻ ഇവിടെ വീർക്കട്ടെ. ഇപ്പുറത്തെ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഇവൻ നമ്മൾ കുറേ നേരമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഇത് നമ്മൾ വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇവനെ കെട്ടാണ്. ഓക്കെ, ഇനി ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ പൊന്തി പോവോ ഇല്ലെന്നാണ് നമുക്ക് അറിയണ്ടേ. ഇതേപോലെ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ പൊന്തി പൊന്തി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ എക്സ്പെരിമെൻ്റ് അവിടെ പറന്നു പോയി. നമ്മുടെ ഇവിടെ നമ്മുടെ കണ്ട വിനാഗിരിയും അതുപോലെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടത് ഇവിടെ ബലൂൺ വീർത്ത് വന്നിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വിട്ടിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോവില്ല, തിരിച്ച് ഇത് സാധാ ഒരു ബലൂൺ താഴെ വീഴുന്നതിനേക്കാൾ സ്പീഡിൽ താഴേക്ക് വീഴും. നമുക്കറിയാം ബലൂൺ വിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ പതിയെ ഫ്ലോട്ട് ചെയ്താണ് വീഴാം. പക്ഷേ ഈ ബലൂൺ നോക്കിയേ പെട്ടെന്ന് താഴേക്ക് വീഴും, കാരണം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത എക്സ്പെരിമെൻറ്റ് വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. നമ്മളിതേ നമ്മുടെ പെട്രോൾ എടുത്തിട്ടുണ്ട്. പെട്രോൾ ഒരു ബീക്കറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മുടെ പെട്രോൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ തെർമോക്കോൾ നമ്മൾ ഡിപ്പ് ചെയ്യാനായിട്ട് പോവാണ്. പെട്രോൾ എന്ന് പറഞ്ഞൊരു ഓർഗാനിക് സോൾവെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളിതേ നമ്മുടെ തെർമോക്കോള് മുക്കി വെച്ച് കൊടുക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് നോക്കിയേ, നമ്മൾ മുക്കിയപ്പോഴേക്കും നമ്മുടെ തെർമോക്കോള് അലിഞ്ഞു പോവാണ്. ആ അടിപൊളി. ശരിക്കും നമ്മുടെ തെർമോക്കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോളിസ്റ്റെറൈൻ ആണ് കേട്ടോ. അപ്പോൾ പോളിസ്റ്റെറൈൻ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ തെർമോക്കോൾ പെട്രോളിൽ അലിഞ്ഞ് അടിയിൽ ഇതേ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു പശയൊക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എക്സ്പെരിമെൻറ്റ് കൊക്കക്കോള വേഴ്സസ് മെൻഡോസ്, നമ്മുടെ പണ്ടത്തെ വൈറൽ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ കൊക്കക്കോള വേഴ്സസ് മെൻഡോസ് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ തുറക്കുമ്പോൾ തന്നെ ഇത് പോകുമെന്ന് വിചാരിച്ചേ. ഇനി നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇതിൽ ഓരോ മിഠായികൾ വേറെ വേറെ ആയിട്ട് ഇരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ സമയം ഇത് കളയും കുറച്ച്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ മെൻഡോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണേ. 2 മെൻഡോസ് വീഴാനുള്ള സമയം തന്നുള്ളൂ കേട്ടോ. അതിന് മുമ്പ് കൊക്കക്കോള പുറത്തേക്ക് ചാടി വന്നു. ഇതിലൊരു കെമിക്കൽ റിയാക്ഷൻ അല്ല നടക്കുന്നത്, ഇതൊരു ഫിസിക്കൽ റിയാക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഓക്കെ, അടുത്തതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന് മെയിൻ സാധനമായിട്ടുള്ള സിഗരറ്റ്. അപ്പോൾ ഈ ഒരു സിഗരറ്റിനെ നമ്മൾ ഒരു അടപ്പിലേക്ക് കുത്തി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുകയാണേ. ഓക്കെ, ഇനി നമ്മളൊരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. ആ കുപ്പി വെള്ളത്തിൻ്റെ അടപ്പ് ഊരിയിട്ട് നമ്മൾ സിഗരറ്റ് കയറ്റിയ അടപ്പ് ഇതിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അയ്യോ, രണ്ട് കമ്പനിയായി പോയി തോന്നണ്ട. ഈ കമ്പനിയുടെ വെള്ളം ഉണ്ടോടാ? ആ കുപ്പി എടുത്താൽ മതി. ഓക്കെ, നമ്മൾ കുപ്പി ഒന്ന് മാറ്റാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ കമ്പനി മാറിപ്പോയിട്ട് കുപ്പിയുടെ അതിന് പറ്റിയത്. നേരെ നമ്മൾ നമ്മുടെ സിഗരറ്റ് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കത്രിക വേണ്ടി വരെ.
ഓ ലൈറ്റർ കത്തുന്നില്ല, കുഴപ്പമില്ല. നമ്മുടെ കയ്യിലും നല്ല സാധനം ഉണ്ട്. ഇത് വെച്ച് നമ്മുടെ സിഗരറ്റിന് നമ്മൾ തീ കൊടുക്കുകയാണേ. ഓക്കെ, അങ്ങനെ സിഗരറ്റിന് നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും പുകവലിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പുകവലി കൊണ്ടുള്ള ദൂഷ്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ ഈ എടുത്തിരിക്കുന്ന കുപ്പിയിൽ അടിയിൽ നമ്മളൊരു ഹോളിടാണ്. ഓക്കെ, ഹോളിട്ട് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിഗരറ്റിൻ്റെ പുക ഇതിനുള്ളിലേക്ക് നിറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിനുള്ളിൽ നിറഞ്ഞു വരുന്നത് സിഗരറ്റിൻ്റെ പുകയാണ്. കണ്ട, ഒരു കുപ്പി നിറയെ ഇപ്പോൾ സിഗരറ്റിൻ്റെ പുകയെ മാറി. സാധാരണ കാണുമ്പോൾ വെളുത്തിരിക്കുന്ന ഒരു പുക മാത്രമായിട്ട് ഈ കുപ്പിയിലേക്ക് മാറിയേക്കാണ്. പക്ഷേ ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആൾ ആരാന്ന് നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫുള്ള് വെള്ളം ഒന്ന് പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പോൾ അതെ നമുക്ക് തൽക്കാലം ഇത് വേസ്റ്റിലേക്ക് ഇടാം. ഇനി നമ്മൾ നോക്കി നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇത് മൂടിയതിന് ശേഷം നമ്മളിതൊന്ന് ബ്ലോ ചെയ്യണേ. ഓക്കെ, ഒരു ഹോൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ ബ്ലോ ചെയ്തപ്പോൾ ആ ഒരു പുക ഇതിനുള്ളിൽ കൂടെയാണ് കടന്നു പോയത്. ഇനി നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതേ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ സംഭവം കണ്ട ടാറ് പോലെ ഇരിക്കുന്നത്, ഈ വെട്ടത്തിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിനുള്ളിലത്തെ ആ ഒരു നിക്കോട്ടിൻ കണ്ടൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ശ്വാസകോശത്തിലേക്ക് വന്ന് ചേരുന്ന സംഭവം. ക്യാമറയിൽ കാണുന്നുണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ ഇത് ആരോഗ്യത്തിന് ഒരിക്കലും നല്ലതല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. നമ്മുടെ ഇൻ്റർനാഷണൽ ഐറ്റം ആയിട്ടുള്ള എലഫൻറ്റ് ടൂത്ത് പേസ്റ്റ് ആണ്. ഇത് ചെയ്യുമ്പോൾ എനിക്കെന്തോ വളരെ സന്തോഷമുണ്ട്. കുറേ നാളായിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കാൻ പോവാണേ. ഓക്കെ, ഇതിനൊരു സീലുണ്ട്, അത് മാറ്റി നമ്മളിതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് 30% ആണേ. ഓക്കെ, അങ്ങനെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആളെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പ് സൊല്യൂഷനാണ്. നമ്മൾ സോപ്പ് എടുത്തതിലേക്ക് ഒഴിച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ്. അപ്പോൾ നമ്മൾ നീല കളറിലാണ് വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നീല കളർ എടുത്ത് നേരെ ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പച്ചയായിരുന്നോ? അല്ലടാ നീലടാ, അത് മഞ്ഞയും ഇത് നീലോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒരു പച്ച കളറായിട്ട് മാറിയേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പൊട്ടാഷ്യം അയഡൈഡ് ആണേ. അത് നമ്മൾ ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് കുറച്ചിടുക. കട്ടായിട്ടിരിക്കുകയാണേ, അതുകൊണ്ടാണ് വരാൻ ഇച്ചിരി സമയം എടുക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ പൊട്ടാഷ്യം അയഡൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈ 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 അടിപൊളി. അങ്ങനെ ഇളക്കി നമ്മുടെ പൊട്ടാഷ്യം ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എലഫന്റ് ടൂത്ത് പേസ്റ്റ് കാണാം. റെഡി, 1 2 3 ഗോ. അയ്യോ, നമ്മുടെ അടുത്ത എക്സ്പെരിമെൻറ്റിനെ അവൻ മുക്കി കളഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞ പ്രവീണേ, അടുത്ത എക്സ്പെരിമെൻറ്റ് സ്കിപ്പ് ചെയ്യേണ്ടി വരൂടാ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അയ്യോ, നമ്മളിതേ പ്രതീക്ഷയേക്കാളും കൂടുതലായിട്ട് പോയി. നമ്മൾ ഇത്രയും പൊന്തൊന്നും വിചാരിച്ചില്ല. ഈ അടുത്തത് നമ്മുടെ ചെമ്പരത്തി പൂ വെച്ചിട്ടുള്ള ലിറ്റ്മസ് പേപ്പറാണ്. അപ്പോൾ നമ്മുടെ ഗ്ലൗസ് അടുത്തത് എടുക്കേണ്ടി വരും കേട്ടോ. ഈ ഗ്ലൗസിൻ്റെ കാര്യം തീരുമാനമായി. മോനിത് വേസ്റ്റിലേക്ക് ഇട്ടോളൂ. ഓക്കെ, അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാണ് നമ്മൾ. അടുത്ത എക്സ്പെരിമെൻറ്റിന് നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങ, ചെമ്പരത്തിപ്പൂ, ഒരു പേപ്പർ, ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിത് ഒരു പേപ്പറിൽ ഒരു പീസ് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണത്. ഇനി നമ്മുടെ ചെമ്പരത്തിപ്പൂ എടുത്ത് നേരെ നമ്മൾ ഇതിലേക്ക് ഉരച്ചു കൊടുക്കുകയാണേ. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മൾ ലിറ്റ്മസ് പേപ്പർ റെഡിയാക്കി. ഇത്ര ഉള്ളൊരു ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കൽ. ഇനി നമുക്ക് ആസിഡിൻ്റെ പ്രസൻസ് ഇത് വെച്ച് അറിയാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ഇവിടെ ഇരിക്കട്ടെ. ആദ്യം നമ്മളൊരു ചെറുനാരങ്ങ എടുത്തു. അതിനെ നമ്മളത് മുറിക്കുകയാണ്. ഈ ചെറുനാരങ്ങ മുറിച്ച പീസ് നമ്മൾ നേരെ നോക്കി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറി റെഡാവും, നമുക്ക് കാണാൻ പറ്റും. അതായത് ചെമ്പരത്തിപ്പൂ തേച്ച ഈ ഒരു പേപ്പർ ഒരു pH ഇൻഡിക്കേറ്റർ ആയിട്ട് മാറുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ക്യാമറയിൽ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ,
അപ്പോൾ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോകാൻ നേരമായിക്കാണ്. അടുത്തത് ഇതേ എക്സ്പെരിമെൻറ്റ് തന്നെ വേറെ രീതിയിൽ നമ്മൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നാണ് നോക്കുന്നത്. ഇതൊരു റെഡ് ക്യാബേജ് ആണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് വെള്ള ക്യാബേജ് അല്ലേ, ഇത് റെഡ് ക്യാബേജ് ആണ്. അപ്പോൾ ഈ കാണുന്ന റെഡ് ക്യാബേജിനെ മുട്ട് മേടിച്ചു നമ്മൾ നേരെ ജ്യൂസ് ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 2 ഗ്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ റെഡ് ക്യാബേജ് അടിച്ചെടുത്ത ജ്യൂസ് നമ്മൾ ഒഴിച്ചു. അടുത്തയിലേക്കും അതേ റെഡ് ക്യാബേജ് അടിച്ചെടുത്ത ജ്യൂസ് നമ്മൾ ഒഴിച്ചു. ഇപ്പോൾ ഇത് രണ്ടിൻ്റെ കളർ നോക്കിക്കോട്ടെ, നമുക്ക് കാണാൻ പറ്റും ഒരു വയലറ്റ് കളറിലാണ് രണ്ടും ഇരിക്കുന്നത്. ഇനിയാണ് ഇതിലെ മാജിക് വരുന്നത്. നമ്മൾ മുറിച്ച് വെച്ച ചെറുനാരങ്ങ എടുത്ത് നമ്മൾ ഒരെണ്ണത്തിലേക്ക് പിഴിയാനായിട്ട് പോവാണ്. ഓക്കെ ഓക്കെ, പിഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം നോക്കിക്കോട്ടെ. ഓക്കെ, ഇപ്പോൾ കളർ ചേഞ്ച് വന്നത് നോക്കിയേ. ഇതിൽ ഇപ്പോൾ വയലറ്റും ഇവിടെ നോക്കണമെങ്കിൽ റെഡും ഇതേ കാണുന്നില്ല പ്രവീണേ, ശരിക്കും ഇങ്ങനെ കാണിച്ചു കൊടുത്തേ കണ്ട 2 കളറായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇതും ഒരു pH ഇൻഡിക്കേറ്ററാണ്. അസിഡിറ്റി വന്നപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷനായിട്ട് ആ ഒരു വയലറ്റ് കളറിൽ നിന്ന് റെഡ് കളറായി മാറിയിരിക്കുന്നതാണിത്. ഓക്കെ, അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്ലൗസ് വേണേ. ഓക്കെ മോനെ, സമയം എന്താ പറയടാ? 24 മിനിറ്റ്. നമ്മൾ എത്ര എക്സ്പെരിമെൻറ്റ് കവർ ചെയ്തു? കുറച്ച് എക്സ്പെരിമെൻറ്റ് കവർ ചെയ്തിട്ടുള്ളൂ, ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട്. ഓക്കെ, ഏകദേശം എത്ര എക്സ്പെരിമെൻറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും? ഓക്കെ, സമയം ടൈം ഗ്യാപ്പ് എന്തായാലും ഇതിൽ പ്രതീക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം അയ്യോടാ ഗ്ലൗസ് വരെ തിരിച്ചിട്ട് പോയി, സോറി കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ പോവും. ഓക്കെ, നേരത്തെ നമ്മൾ ഗ്ലൗസ് തിരിച്ചിട്ടതാണ് പറ്റിപ്പോയത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എക്സ്പെരിമെൻറ്റ് മിൽക്ക് വേഴ്സസ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബീക്കറിലേക്ക് കുറച്ച് പാലെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മിൽക്ക് കവർ നമ്മൾ പൊട്ടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് ബീക്കറിലേക്ക് ഒഴിക്കുകയാണ്. എടാ പാല് തൈരായി പോയടാ, ഇത്ര ചൂടായിട്ടെന്ന് തോന്നുന്നു. നമ്മുടെ പാല് ഇപ്പോൾ വേറൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം. നമ്മൾ എല്ലാം പ്രീസെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന മിസ്റ്റേക്കുകൾ തോന്നുന്നു. പാലിപ്പോൾ വേറെ അവസ്ഥയിലാണ്, തൈരായി എന്ന് തോന്നണേ. തൈരാണെന്നോ അവിടെ? അത് പാൽ തന്നെ ആയിരുന്നു അല്ലേ? ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കോട്ടെ. ഓക്കെ, നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇതിലേക്ക് ഇടാണ്. ഓക്കെ, നമുക്ക് എന്താണ് സംഭവിക്കുക നോക്കാം. ഇവിടെ അതിൻ്റെ കെമിക്കൽ ഫോർമാറ്റ് മാറിയ കാരണം റിസൾട്ട് ഉണ്ടാവുമോ ഇല്ലയോ എന്നാണ് എൻ്റെ സംശയം. ഓ, ഇതിങ്ങനെ ഒന്നും അല്ലടാ, ഇത് ശരിക്കും പൊന്തി വരണോടാ പ്രവി. ഇത് പൊന്തി വരണം. എന്താ പൊന്തി വരാത്തെ? നമുക്ക് നോക്കാം കുറച്ച് നേരം പൊന്തി വരുമെന്ന്. അപ്പോൾ പാല് തൈരായി പോയത് കൊണ്ട് ആ എക്സ്പെരിമെൻറ്റും ചെറുതായിട്ട് പാളിപ്പോയിരിക്കുകയാണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അടുത്തതൊരു വോൾക്കാനോ ആണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് വോൾക്കാനോ ആണ്. ആടാ ഇവിടെ പൊന്തി വരുന്നുണ്ടോ ചെറുതായിട്ട്? ദേ സമയം എടുത്തടാ, അതാണ്. ഇതേ കണ്ട, ഇവിടെ ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇതൊരു റിഡക്ഷൻ പ്രോസസ്സാണ് കേട്ടോ. ഇതിൽ ലാക്ടോസും ഫാറ്റും ആയിട്ട് പാല് തിരിയുന്നതാണ് നമുക്ക് കാണുന്നത്. ഒരു ഓക്സിഡൈസിങ് നടക്കുന്നുണ്ട്, അതാണ് സംഭവം. കണ്ട, നമ്മുടെ പാല് എന്തായാലും പിരിഞ്ഞെങ്കിലും നമ്മുടെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും തന്നെ പൊന്തി, നമ്മുടെ എലഫൻറ്റ് ടൂത്ത് പേസ്റ്റ് പൊന്തി വന്നവര് പൊന്തിയില്ലെങ്കിലും അത്യാവശ്യം പൊന്തി വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. പിന്നെ ഇവിടെ നിന്ന് പൊന്നിട്ടേ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. നമ്മൾ വോൾക്കാനോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത വിനാഗിരി നമുക്ക് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾക്കാനോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വിനാഗിരി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ്. നമ്മുടെ വോൾക്കാനോ എന്തായാലും ഒരു തീ കളറിൽ വരട്ടെ. അപ്പോൾ നമ്മൾ ചുമപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചുമപ്പ കളർ നമ്മൾ അതിലേക്ക് ഒഴിച്ചു. ഇവിടെ നല്ല അടിപൊളിയായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ പ്രവി. അതോടൊപ്പം തൊട്ടേ നമ്മുടെ അടുത്ത ബേക്കിംഗ് സോഡ പുറത്തേക്ക് വരാൻ നേരായിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ബേക്കിംഗ് സോഡ നമ്മൾ എടുത്ത് ഒരു ചെറിയ പൊടിക്കലൊക്കെ പൊടിച്ച് ഇനി നമ്മുടെ വോൾക്കാനോ പൊക്കാൻ നേരമായി. ബാക്കി ആൾക്കാരൊക്കെ മാറിയിരുന്നോളൂ. നമ്മുടെ വോൾക്കാനോ നമുക്ക് പൊക്കാം. റെഡി?
അടിപൊളി. ഇതേ നമ്മുടെ വോൾക്കാനോ അടിപൊളിയായിട്ട് പൊന്തി. ഇതേ നമ്മുടെ അഗ്നിപർവ്വതം പുറത്തേക്ക് ചുമപ്പ കിണറിൽ പുക വന്ന് പത വന്ന് കുട്ടികൾക്ക് പറ്റിയൊരു എക്സ്പെരിമെൻ്റ് ആണത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഇൻവിസിബിൾ ഇങ്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ട് ചെറുനാരങ്ങയാണ്. പിന്നെ കത്തി വേണേ. ഓക്കെ, അപ്പോൾ ഇൻവിസിബിൾ ഇങ്കിൻ്റെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. കാറ്റേ നീ ചതിക്കരുത് ഞങ്ങളെ. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെറുനാരങ്ങ മുറിച്ചെടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ബഡ്സ് എടുത്ത് നമ്മുടെ ചെറുനാരങ്ങ മുറിച്ചതിൻ്റെ ഉള്ളിൽ 2 തിരുമ്പ് തിരുമ്മിയിട്ട് നമ്മളിത് ഇവിടെ എഴുതാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് ഇവിടെ വരയ്ക്കുന്നത്. എന്നിട്ട് ഇവിടെ ഐ ലവ് യു എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒന്നും കാണാനായിട്ട് പറ്റൂല. ഇത് നമുക്കൊന്ന് ചൂടാക്കി നോക്കാം എന്താണ് ഇവിടെ വരുന്നതെന്ന്. കാറ്റ് ചെറുതായിട്ട് ചതിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിനി ചൂടാക്കി നോക്കുകയാണേ. നമ്മൾ എഴുതിയ എഴുത്ത് ശരിക്കും ഇവിടെ തെളിഞ്ഞു വരണം ഇപ്പോൾ. ഓക്കെ, കത്തി പിടിക്കാനല്ല പറഞ്ഞത്. ഇതേ എവിടെയോ ചെറുതായിട്ട് പാളിയുണ്ടാകുന്നൊരു സംശയം. നമ്മളുടെ എഴുത്തൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്, പക്ഷേ പേപ്പർ പണിപാളിയാടാ. വേറെ ഫോഷീറ്റ് ഉണ്ടാ? നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം എന്തായാലും നമുക്ക് സെറ്റാക്കി എടുക്കണം. എടാ സമയത്തിനേടാ, നമ്മുടെ സമയം കഴിഞ്ഞാ. ഇനി അരമണിക്കൂർ കൂടി ഉണ്ടല്ലേ. ഇനി നമ്മളൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളങ്ങനെ വെറുതെ വിട്ട് കളയുന്നില്ല. ഓക്കെ, ഹാർട്ട് വരച്ചു. ഇനി നമ്മൾ ഐ ലവ് യു ഇത്ര എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇത് ചൂടടുപ്പിച്ച് നോക്കാം കേട്ടോ. സംഭവം നമ്മുടെ വിശർപ്പാണ് അതിലേക്ക്. പിന്നെയും കത്തിപ്പോയത്. ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു, കണ്ടായിരുന്നു പറയണേ. ഓക്കെ, അത് ഇങ്ങനെയാട്ടോ ലൈവ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കുറേ പാളിച്ചകളൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കുകയാണ്. അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് ഊബ്ലാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ പൊട്ടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പള്ളിപ്പെരുന്നാൾ പോലെ ഇപ്പോൾ ഇവിടെ നേരെ നമ്മൾ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ്. നമ്മുടെ വെള്ളം എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതേ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കുകയാണേ. കുറച്ച് നേരം നമ്മളിത് മിക്സ് ചെയ്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ ഇതേ നമ്മുടെ ഊബ്ലക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഊബ്ലക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇപ്പോൾ ദേ ഞാൻ ഈ കയ്യിൽ കോരി എടുത്ത് നല്ല ടൈറ്റാക്കി ഒരു ഉണ്ട പിടിച്ചാണ് തരാം കേട്ടോ. ദേ ഈ കാണുന്ന ഉണ്ട ഇനി ദേ വെള്ളമായിട്ട് പോകുന്നതുണ്ടോ, ഇതാണ് ഊബ്ലക്ക് എന്ന് പറയുന്നത്. അതായത് ഇതൊരു നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ്. അതായത് ന്യൂട്ടൻ്റെ ലോ ഓഫ് വിസ്കോസിറ്റി അനുസരിക്കാത്ത കുറച്ച് കൂട്ടരാണ് ഇവർ. അപ്പോൾ ഇതിനെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. മൊത്തത്തിൽ മെസ്സിയായല്ലേ, നമ്മളും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ എക്സ്പെരിമെൻ്റ് 100 തികയ്ക്കും. ഇതേ പറയണേ, കണ്ട ഇതാണ് ഇതേ നമ്മുടെ പറഞ്ഞ ഊബ്ലക്ക്. പക്ഷെ നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ കണ്ട അലിഞ്ഞു പോവാണ്. അതല്ലാതെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ സോളിഡായിട്ട് നമ്മുടെ കയ്യിൽ കണ്ട സോളിഡായിട്ട് ഇരിക്കുന്ന സാധനം നമ്മൾ കൈയൊന്ന് ലൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അലിഞ്ഞു പോവാണ്. കണ്ട സംഭവം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും തോന്നുമോ ഇത് ഒഴുകി പോകുന്നൊരു സാധനമാണ്. പക്ഷെ പിടിച്ച് കഴിയുമ്പോൾ ലിക്വിഡായിട്ട് അലിഞ്ഞു പോവാണേ. അടിപൊളി. ഇതിവിടെ ഇരിക്കട്ടെ.
നമ്മുടെ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോകുന്നതിനായി നമ്മുടെ ഷർട്ടും മുണ്ടും ഒക്കെ നല്ല പൊടിയായിട്ടുണ്ട്. ഗ്ലൗസ് മാറ്റാൻ സമയമായി. ഓക്കെ, അടുത്തത് വാട്ടർ ഡെൻസിറ്റി ചെക്കാണ് വിത്ത് എഗ്ഗാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ബീക്കറിലേക്ക് ഇതേ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കുകയാണ്. മുട്ട എവിടെയാ? വെള്ളത്തിൻ്റെ അടിയിൽ പോയി കിടക്കുകയല്ലേ. ഇനി നമുക്ക് ആ മുട്ടേനെ പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സാധനം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ഉപ്പാണ്. നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കറി ഉപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കുറച്ചധികം ഇരിക്കട്ടെ, കുറവ് വേണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കോഴി മുട്ട ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ കോഴി മുട്ട ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പൊന്തി കിടക്കുന്നുണ്ടാ, പക്ഷെ കാണാൻ പറ്റണില്ല എന്നുള്ളൂ. നല്ലോണം അലിഞ്ഞിട്ടില്ല, ഒരു വടി കഷ്ണം വേണോടാ. ചെറുതായിട്ടൊന്ന് വാളിയിട്ടെ, ക്ഷമിക്കണം. അപ്പോൾ ദേ നമ്മുടെ ഉപ്പ് നല്ലോണം ഇളകാനായിട്ടാണ് തോന്നുന്നു. നല്ലോണം ഒന്ന് ഇളക്കാം. ഓക്കെ, അങ്ങനെ ദേ നമ്മുടെ മുട്ടിനെ ഒന്നുകൂടി ഇട്ട് നോക്കുകയാണ്. നല്ലോണം ഉപ്പ് ഇളക്കിയിട്ട്. ദേടാ പ്രിയുടെ നേരത്തെ ഉപ്പ് ഇളകാഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ കോഴിമുട്ട മുകളിൽ പൊന്തി കിടക്കാൻ നമുക്ക് കാണാൻ പറ്റും. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഡെൻസിറ്റിയിൽ വന്ന വ്യത്യാസം. ഇപ്പോൾ മുട്ടയുടെ ഡെൻസിറ്റിനേക്കാളും നമ്മുടെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂട്ടിയേക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എഗ്ഗ് ഫ്ലോട്ട് ചെയ്ത് മുകളിൽ കിടക്കുന്നത്. നോർമൽ കേസിൽ വെള്ളത്തിൽ നമ്മുടെ മുട്ട വയ്ക്കുമ്പോൾ മുട്ടയ്ക്കാണ് ഡെൻസിറ്റി കൂടുതൽ, അതുകൊണ്ട് മുട്ട താഴേക്ക് പോയായിരുന്നു. അടുത്തതും ഇനിയൊരു ഡെൻസിറ്റി എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം നമ്മൾ വയ്ക്കുന്നത് ഹണിയാണ് കേട്ടോ. ദേ, ഓ ഭാഗ്യം, കോമഡി ആയല്ലേ. ഓക്കെ, നമ്മുടെ ഹണി എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതൊരു ഡെൻസിറ്റി എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് വെള്ളമാണ്. ഓക്കെ, അത് വേറൊരു ലെയറായിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനൊരു ഭംഗി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം. റെഡും എന്തായാലും വേണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഓയിലാണ്, അതായത് നമ്മുടെ പെട്രോള്. ഈ ഒഴിച്ച 3 ഐറ്റവും 3 ലെയറുകളായിട്ട് നമുക്ക് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. കാരണം ഈ ഹണീനേക്കാളും ഡെൻസിറ്റി കുറവാണ് വെള്ളത്തിന്, അതിലും ഡെൻസിറ്റി കുറവാണ് നമ്മുടെ പെട്രോളിന്. അതുകൊണ്ടാണ് ഇങ്ങനെ 3 ലെയറായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത എക്സ്പെരിമെൻറ്റ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കാർബൺ റോഡുകളിൽ വയർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇനി വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാണ്. നമ്മൾ ഓൾറെഡി പൊട്ടിച്ച ഉപ്പ് കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോട്ടാ. നമ്മളിത് ഇത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ ടയേർഡായിട്ടോ. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ റോഡുകളിൽ നിന്നും ഗ്യാസ് പുറത്തേക്ക് വരുന്നത് കാണാനായിട്ട് പറ്റും. കാണുന്നുണ്ടോ പ്രേണേ? ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനുമാണ്. നമുക്കറിയാം നമ്മുടെ വെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത് H2O ആണ്, അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിക്കുകയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം വഴി. സംഭവം ഹൈഡ്രജനും ഓക്സിജനും വേറെ വേറെ മാറുന്നതാണ് ആ ബബിൾസ് ആയിട്ട് മുകളിലേക്ക് വരുന്നത്. ഇതിന് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് വെച്ച് ട്രാപ്പ് ചെയ്യണമെങ്കിൽ ഹൈഡ്രജൻ കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹൈഡ്രജൻ ആണെങ്കിൽ പൊട്ടൽ ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകം, അതുപോലെ തന്നെ ഇതിൽ പ്രൊഡ്യൂസ് ആവുന്ന ഓക്സിജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. പക്ഷെ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന എന്താണ്? വെള്ളം. തീയൊക്കെ എടുത്തുന്നൊരു സാധനം. കോമഡി ആണല്ലേ? ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാഗ്നറ്റ് വെച്ചിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തിട്ടൊക്കെയാണെന്ന് അറിയോ? നിയോഡിയം മാഗ്നറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ചെറിയ സൂചിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സൂചിനെ മാഗ്നറ്റ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിയോഡിയം മാഗ്നറ്റിൽ ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നമ്മൾ ഉരച്ച് കഴിയുമ്പോൾ ഈ ഒരു സൂചി മാഗ്നറ്റായി മാറും. ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കോമ്പസ് ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് മാഗ്നറ്റായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിനി ചെയ്യുന്നതെന്ന് നോക്കാം. അവനെ കത്രിക വേണേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു പേപ്പർ എടുത്ത് നമ്മൾ ഇതിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുകയാണേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രേയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. പ്രവീണ ടയർഡായാ? പക്ഷെ ഞാൻ ടയർഡായി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതേ അമ്മേ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ടേബിളിൻ്റെ കാല് വരുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് പേപ്പർ ഇട്ട് കൊടുക്കാൻ പോവാണ്. പതിയെ പേപ്പർ ഇതിൻ്റെ സർഫസിൽ വന്ന് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ട് സൂചി നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. ഓക്കെ, നമ്മൾ മുട്ട് സൂചി ഇട്ട് കൊടുക്കുമ്പോൾ ഇനി അത് കറക്റ്റായിട്ട് കോമ്പസ് ആയിട്ട് നോർത്തിലേക്ക് അതിൻ്റെ ഹെഡ് വരുന്ന രീതിയിലേക്ക് അത് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നടുക്കിരുന്നാലേ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് നടുക്കേക്ക് ആക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ കോമ്പസ് വെച്ച് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ഫോണിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ആ നോർത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആ പിന്ന് നോർത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ നോർത്ത് സൈഡിലേക്കാണ് നമ്മുടെ ആ ഒരു ആരോ മാർക്കിൽ കിടക്കുന്നത്. കണ്ടോ, നോർത്ത് സൈഡ് എന്ന് വെച്ചാൽ ഇവിടെയാണ്. അവിടേക്ക് കറക്റ്റായിട്ട് സൂചി നിൽക്കുന്നുണ്ട്. ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, നമ്മളത് തിരിച്ചിടുകയാണ്. പഴയ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. മാഗ്നറ്റൈസ് ആയില്ലേ? ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം അത് കറക്റ്റായിട്ട് വന്നതായിരുന്നു. നോക്കി, ആ നോർത്തിലേക്ക് തന്നെ അത് വരും കേട്ടോ. ഇതാണ് നോർത്ത് വരുന്നത്. നമ്മൾ പതിയെ തിരിച്ചിട്ടാലും തിരിച്ച് നമ്മളുടെ ആ ഒരു സൂചി നോർത്തിലേക്ക് നോക്കുന്ന രീതിയിലേക്ക് തന്നെ വരും. കാറ്റുള്ള കാരണം നമുക്ക് ഫുൾ റിസൾട്ട് കിട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. ബ്ലഡ് വേഴ്സസ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, ആ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവീൺ മച്ചാൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ബ്ലഡ് ഉണ്ട്. ഇത് നമ്മളിത് നേരെ ഇവിടേക്ക് ഒഴിക്കുകയാണേ. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് മോനെ പൊട്ടിച്ച ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തോട്ടാ. അപ്പോൾ കണ്ണിലേക്കൊക്കെ വെള്ളമിറങ്ങി. അപ്പോൾ എന്താണ് ഇനി നടക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗ ഇട്ടിട്ടുണ്ടാവണം. ഇത്ര നേരം ഇല്ലാതിരുന്ന തണലിപ്പോൾ ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട്. മോനെ ഇനി എത്ര മിനിറ്റ് ഉണ്ടടാ? ഇനി 20 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അയ്യോ നമ്മുടെ എക്സ്പീരിയൻസ് സ്ലോ ആയല്ലേ. നമുക്ക് എന്തായാലും അത് കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ ഇതിലേക്ക് ഇനി ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് നോക്കിക്കോ. അടിപൊളി. കണ്ട നമ്മുടെ ആ ഒരു ചോര ഇപ്പോൾ കാണാനില്ല. പകരം അവിടെ ബബിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളെ ബ്ലഡിലുള്ള ഓക്സിജൻ പതഞ്ഞു വരുന്നതാണ്. ആ പതയായിട്ട് കാണുന്നത് കണ്ടോ. ഇത്തിരിക്കോളം ബ്ലഡിൽ നിന്ന് എന്തോരം ബബിൾസായാണ് വന്നതെന്ന് നോക്കിയേ. അടിപൊളി. ഇനി അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം നമുക്ക്. ഇനിയുള്ളത് കോപ്പർ പ്ലേറ്റിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. അതുപോലെ ബാറ്ററി വേണ്ടി വരാ ബാറ്ററി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീക്കർ വേണം. ബീക്കറിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് വേണ്ടത് കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റിനെ നമ്മൾ തുരിശെന്നും പറയും കേട്ടോ. തുരിശ്. ഓക്കെ, അപ്പോൾ കുറച്ച് തുരിശ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ടയായിപ്പോയി. ഈ സംഭവങ്ങളൊക്കെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും മുകളിൽ കട്ടയാവും. അതാണ് പ്രശ്നം. ഇനി നമുക്ക് ചെറുതായിട്ട് നമ്മുടെ കോപ്പർ സൾഫേറ്റ് ലായനി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കാം. ഇനി നമ്മളിതിലേക്ക് കോപ്പറിൻ്റെ ഒരു ഷീറ്റും അതുപോലെ തന്നെ കോപ്പർ പ്ലേറ്റ് ചെയ്യാനുള്ള പീസാണ് വയ്ക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കളർ നോക്കിക്കോട്ടാ. ഇതൊരു സിൽവറൈസ്ഡ് കളറും ഇത് കോപ്പറിൻ്റെ കളറുമാണ്. നമ്മളിത് രണ്ടും ഈ കോപ്പർ സൾഫേറ്റ് ലൈനിലേക്ക് മുക്കി വയ്ക്കുകയാണ്. ഇനി ഇത് രണ്ടും നമ്മളൊന്ന് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എന്താ സംഭവിക്കാമെന്ന് നോക്കട്ടെ. ഒരു 5 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 5 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 2 റോഡും പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ചില എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോൾ ഇതുപോലെ 10 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതേ നോക്കിയേ, നമ്മൾ ഇട്ട ആ ഒരു
പീസിൽ കോപ്പർ പിടിച്ച് ഇപ്പോൾ കളർ മാറിയിരിക്കുന്നത് കാണാൻ പറ്റും. കാണുന്നുണ്ട് ക്യാമറയിൽ? ഓക്കെ. അപ്പോൾ നേരത്തെ ഇട്ടപ്പോൾ സിൽവർ കളറായിരുന്നത് ഈ ഒരു കോപ്പറിൽ നിന്നുള്ള കോപ്പർ ആറ്റംസ് ഇതിലേക്ക് ചെന്ന് അവിടെ ഒരു എന്താ പറയുക പ്ലേറ്റിങ്, കോപ്പർ പ്ലേറ്റിങ് നടന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെമ്പ് കമ്പിയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചെമ്പ് കമ്പി നമ്മൾ പുറത്തേക്ക് എടുക്കുക. വെയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചെമ്പ് കമ്പി ചുറ്റി വെച്ചതും കോമഡി ആയി പോയി തോന്നുന്നു കേട്ടോ, എടുക്കാൻ കിട്ടുന്നില്ല. ഓക്കെ, വട്ടവർ നമ്മളിത് എടുക്കും. ഓക്കെ. അങ്ങനെ നമ്മുടെ ചെമ്പ് കമ്പി നമ്മൾ ഇനി മാഗ്നറ്റ് ആക്കാനുള്ള പരിപാടിയാണ്. നമ്മളൊരു സ്ക്രൂ എടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂവിലേക്ക് നമ്മുടെ ചെമ്പ് കമ്പി നമ്മൾ ചുറ്റിയെടുക്കുകയാണേ. ഓക്കെ. കുറച്ചധികം ടേൺസ് നമ്മൾ ചുറ്റിയാലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിക്ക് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ സാധാരണ മാഗ്നറ്റ് നമുക്കറിയാം, അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളിടത്തോളം കാലം അത് ഇരുമ്പിനെ അട്രാക്ട് ചെയ്യും. പക്ഷേ ഇൻഡസ്ട്രിയൽ യൂസിന്, അതായത് ഇൻഡസ്ട്രിയലായിട്ട് പല കാര്യങ്ങൾക്കും ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അത് വേണ്ട സമയത്ത് മാഗ്നറ്റ് ആക്കുകയും വേണം, അല്ലാത്ത സമയത്ത് സാധാ മെറ്റലാക്കി ഇടാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നത് മാക്സിമം നമ്മളുടെ ഈ ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ സ്ക്രൂവിൽ നമ്മൾ കോപ്പർ കമ്പി ചുറ്റിയെടുക്കുകയാണ്. ഓക്കെ. ഇത് കുറച്ചധികം ചുറ്റാനുണ്ട്. അങ്ങനെ ചുറ്റി നമ്മുടെ മാഗ്നറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായി. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബാറ്ററി നമുക്ക് ആവശ്യമുണ്ടേ. ഇനി നമുക്ക് വേണ്ടത് ഇരുമ്പിൻ്റെ പൊടിയാണ്. നമുക്ക് കുറച്ച് ഇരുമ്പിൻ്റെ ഫ്ലേക്സ് ഇതേ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ കാണുന്ന കമ്പി, അതായത് ഈ കാണുന്ന സ്ക്രൂവിനെ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നത് കാണാനായിട്ട് പറ്റൂല. പക്ഷേ നമ്മളിതിലേക്ക് ഇനി പവർ കൊടുക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ ഇതൊരു മാഗ്നറ്റായി മാറിയിരിക്കുകയാണ് കേട്ടോ. സംഭവം നോക്കി, നമ്മുടെ ഇരുമ്പ് തരികളെ ഇത് പിടിച്ച് പൊക്കണത് നമുക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടോ പ്രവി? കണ്ട, നമ്മൾ വിട്ട് കഴിയുമ്പോൾ അത് പോകുന്നതും കാണാം, നമ്മൾ വെച്ച് കഴിയുമ്പോൾ കണ്ട. കണ്ട, അത് ഇലക്ട്രോ മാഗ്നറ്റായി മാറിയതുകൊണ്ടാണ് നമുക്കൊരു സാധാരണ കമ്പി കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞത് കറക്റ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇത് തെന്നി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി വെച്ച് നമ്മൾ ഒന്നുകൂടി ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് ഡിസ്കണക്ട് ചെയ്താൽ താഴേക്ക് പോകും. കണ്ട, ഫ്രീണമേരിക്ക് കാണുന്നുണ്ടത്? കണ്ട എന്ത് രസമായിട്ടാണ് അത് പൊക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കി. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റായി, വിട്ട് കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആകുമ്പോൾ സംഭവം മാഗ്നറ്റിക് ഫോഴ്സ് ശക്തി അതിൽ നിന്ന് പോവാണ്. ഇതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സിമ്പിൾ മോഡൽ ഇട്ടാ. ഓക്കെ. ഇനി അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. അടുത്തത് നമുക്ക് ഫ്ലെയിംസിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അതും പല മൂലകങ്ങൾ വെച്ചിട്ട്. അപ്പോൾ സാധാരണ ഒരു ഫ്ലെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ കാണുന്ന ഒരു യെല്ലോ ഫ്ലെയിം ആയിരിക്കും. പക്ഷേ നമ്മളിന്ന് പല സാധനങ്ങൾ വെച്ചിട്ട് ഫ്ലെയിമിൻ്റെ കളർ മാറ്റാനായിട്ട് പോവാണ്. ആദ്യം നമ്മുടെ കോപ്പർ സൾഫേറ്റ് നമ്മളൊരു സ്പൂണിൽ എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് കാണുമെന്ന് എനിക്കറിയില്ല, നമ്മൾ രാത്രിയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പച്ച കളറാണ് കത്തുന്നത്. വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. ദൈവം സഹായിച്ച് ഈ എക്സ്പെരിമെൻ്റ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വെട്ടം കൂടിപ്പോയി, അതാണ് പറ്റിയത്. ഇനിയിപ്പോൾ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അടുത്തത് ഒരു ഓടുന്ന മീൻ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ഒരു ട്രേ വേണം. ആ ട്രേയിലേക്ക് നമ്മളൊരു ചെറിയ കുപ്പി വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ മീനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പറിൽ ഒരു മീനിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണേ. ഓക്കെ. ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന മീൻ. നോക്കി പഠിച്ചോ. കൊച്ചു കുട്ടികൾക്കൊക്കെ എക്സിബിഷന് പോകുമ്പോൾ ചെയ്യാനായിട്ട് പറ്റുമേ. കണ്ട, ഇതാണ് മീൻ. ഇനി നമ്മളിത് ഇവിടേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോപ്പ് സൊല്യൂഷനാണ്. ഈ സോപ്പ് സൊല്യൂഷൻ ഒരു ബഡ്സിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു ഡ്രോപ്പ് ആക്കിയപ്പോഴേക്കും അത് പോയി. ശരിക്കും ആ സർഫസ് ടെൻഷൻ ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മളിത് ഇനി വെച്ചിട്ട് കാര്യമില്ല.
അതിലേക്ക് വീഴാൻ പാടില്ലായിരുന്നു. എക്സ്പെരിമെൻ്റ് നമുക്ക് ഒന്നും കൂടി ചെയ്യാം. സത്യം പറഞ്ഞാൽ ചില എക്സ്പെരിമെൻറ്റുകൾ എങ്ങനെയാണ് ലൈവ് ചെയ്യുമ്പോൾ പാളിപ്പോവേ. ഏതായാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും ഇനിഷ്യേറ്റീവ് എടുത്തു പോയി. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ട് നമ്മൾ അടങ്ങില്ല മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി വെള്ളം ഒഴിക്കുകയാണ്. ഓ, നമ്മുടെ മീനും ഞാൻ കാട്ടിക്കളഞ്ഞോടാ. ഓക്കെ, അത് പോയി. വേറെ മീൻ നമുക്ക് കട്ട് ചെയ്യാം. സത്യം പറഞ്ഞ വെയിലത്തൊന്നും നമ്മുടെ കിളിയൊക്കെ പോയിട്ടോ, പകുതി കിളി ഇല്ല ഇപ്പോൾ. നമുക്കൊന്നുകൂടി മീനെ കട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ മീനെ നമ്മളിത് രണ്ടാമത് വെള്ളത്തിലേക്ക് ഇറക്കി വിടാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സോപ്പിൽ ഒരു ബഡ്സ് മുക്കി അതെടുക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന പീസ് മാറ്റാം കേട്ടോ. അതിന് നമ്മുടെ മീനെ നമ്മൾ ഓടിക്കാൻ പോവാണേ. ഓക്കെ, സംഭവം സെക്കൻഡ് ട്രയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇതിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ മീൻ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതെൻ്റെ വിശർപ്പിട്ട് ഓടിയാണേ. അതല്ലാതെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഓടും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ നമ്മൾ മുക്കിയാലും ആവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു സർഫസ് ടെൻഷൻ കട്ടായതുകൊണ്ടാണ് അങ്ങനെ ഫസ്റ്റ് തന്നെ മീൻ ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നീട് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അടുത്ത എക്സ്പെരിമെൻറ്റ് നോക്കട്ടെ നമുക്ക്. അടുത്ത എക്സ്പെരിമെൻറ്റ് കിടക്കാച്ചി സാധനമാണേ. ബാ, ഇത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ആ ഒരു ഫീൽഡ് കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെറിയൊരു ഇലക്ട്രോ മാഗ്നറ്റ് അല്ല, ഞാൻ പറഞ്ഞത് മാറിപ്പോയി. സാധാരണ നമ്മുടെ ഫിക്സഡ് മാഗ്നറ്റ് ആണ്, അതായത് നോർത്ത് പോളും സൗത്ത് പോളും ഉള്ളത്. ഇത് നമ്മളിത് ഇവിടെ വെച്ചു കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്ന ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒരു പേപ്പറിലേക്ക് കുറച്ച് മെറ്റൽ ഫ്ലേക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പരന്ന് കിടക്കുന്ന ഈ മെറ്റൽ ഫ്ലേക്സിനെ നേരെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് നോക്കിക്കോട്ടെ. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഫോം ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും കണ്ട നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്പെക്ട്രം നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് വിസിബിളായി വരും. കണ്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അടുത്തത് ഡ്രൈ ഐസ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ ഡ്രൈ ഐസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഡ്രൈ ഐസിൻ്റെ ആ ഒരു കറക്റ്റ് രസം കാണുന്നുണ്ടെങ്കിൽ നമ്മളിത് ഇവിടെ ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഐസിനെ നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്തുണ്ടാവുന്നതെന്ന് നോക്കിയേ. ഓ അടിപൊളി. ദേ നല്ല അടിപൊളിയായിട്ട് മഞ്ഞായിട്ട് പോകുന്നത് കാണാനായിട്ട് പറ്റും. ഈ മഞ്ഞായിട്ട് പോകുന്നത് എന്താണെന്ന് അറിയോ? ഡ്രൈ ഐസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫ്രീസ് ചെയ്യുന്നതാണ് ഈ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആ വെള്ളത്തിലുള്ള ടെമ്പറേച്ചറിനെ എടുത്തിട്ട് ഇത് ഗ്യാസ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്കിതൊരു മഞ്ഞായിട്ട് തോന്നുന്നത് കേട്ടോ. അവിടെ കിടന്ന് എന്തായാലും മഞ്ഞ് വരട്ടെ. അടുത്ത എക്സ്പെരിമെൻ്റ് നമ്മുടെ ബലൂണും അതുപോലെ തന്നെ ഓറഞ്ചും വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബലൂണൊന്ന് വീർപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബലൂൺ വീർപ്പിച്ച് നമ്മൾ കെട്ടിയെടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ബലൂൺ എല്ലാവർക്കും അറിയാം, നമ്മുടെ ലാറ്റക്സ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് നമ്മുടെ റബ്ബറാണ് ഈ ബലൂണായിട്ട് ഇരിക്കുന്നത്. ഇനി നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ പീൽ ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് വെച്ച് നമ്മൾ ഒന്ന് നമ്മുടെ ബലൂണുമേക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പോവാണേ. അത് പൊട്ടിപ്പോയില്ലേ? ഇതിനെന്താ കാരണം എന്നറിയോ? ഇതിലുള്ള ലാറ്റക്സും നമ്മുടെ ഈ ഒരു ഓറഞ്ചിൻ്റെ പീലിലുള്ള ലിമോണിൻ എന്ന് പറയുന്ന ആ ഒരു ആസിഡാണോ എന്നറിയില്ല, ലിമോണിനും കൂടി ചേർന്നിട്ട് അത് ഡിസോൾവ് ആവുന്നതുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത്. വായൊക്കെ കുഴഞ്ഞു തുടങ്ങി കേട്ടോ, അത് വേറെ കാര്യം. ഇനി നമുക്ക് ഒരു ബബിൾ ഉണ്ടാക്കാം. സാധാരണ ബബിളല്ല, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോക്കുള്ള മഞ്ഞുള്ള ബബിളാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു കുപ്പി വേണം. ആ കുപ്പിയിലേക്ക് നമുക്ക് ഡ്രൈ ഐസ് പൊട്ടിച്ചിടണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് സോപ്പ് സൊല്യൂഷൻ എടുത്തു വെച്ചേക്കാം. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഡ്രൈ ഐസ് ഇല്ലേ, ഇത് നമ്മൾ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് ഇതിൻ്റെ ചെറിയ പീസുകൾ എടുത്ത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ,
ഇനി നമ്മൾ ദേ അടപ്പനിൽ ഒരു ഹോസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇത് നമ്മൾ നേരെ ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര നേരം കുപ്പിയുടെ വായ കൂടി വന്നുകൊണ്ടിരുന്ന പറഞ്ഞാൽ ഡ്രൈ ഐസിൻ്റെ ബബിൾസ്, ഡ്രൈ ഐസ് വെച്ച സ്ഥലമൊക്കെ കീറിയിട്ടാ. ഡ്രൈ ഐസിൻ്റെ ബബിൾസ് ഇനി വരാൻ പോകുന്നത് ഈ കുഴലിൽ കൂടിയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ സോപ്പിൻ്റെ സൊല്യൂഷനിൽ ഇത് മുക്കി നമ്മൾ പൊക്കുമ്പോൾ വരുന്ന ബബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം കണ്ട, ഇത് നമ്മളിങ്ങനെ തട്ടി കഴിഞ്ഞാൽ പൊട്ടും കണ്ട. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡാണ് ഈ വരുന്നത്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന് വെയിറ്റ് കൂടിയത് കാരണം നമ്മുടെ ബബിൾസ് പറന്നു പോവാതെ നേരെ താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, സംഭവം അടിപൊളിയല്ലേ? കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കണ്ട, ഇതിപ്പോ വരും. നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടാ. മോനെ എത്ര മിനിറ്റ് ആയടാ? 5 മിനിറ്റ് കൂടി ഉണ്ടല്ലേ. നമുക്ക് ഇനി എക്സ്പീരിയൻസ് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 40ഓളം എക്സ്പെരിമെൻറ്റ്സ് ആണെന്നാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. അടുത്തൊരു ഫയർ മേക്കിംഗ് ടെക്നിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് കോട്ടൺ ആണ്, നമ്മുടെ പഞ്ഞി. അപ്പോൾ പഞ്ഞിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിത് ഇവിടെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചാരമാണ്. നമ്മുടെ വീട്ടിൽ അടുപ്പിലൊക്കെയുള്ള ആഷാണ്. ആ ആഷ് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി തീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഞ്ഞി ഇങ്ങനെ തിരിച്ചെടുക്കുക. ബാക്കി പഞ്ഞിക്കുട്ടന്മാരവിടെ മാറിയിരുന്നേ. ഇനി നമ്മൾ 2 മരത്തിൻ്റെ ഇടയിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ചുറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം ഇതൊന്ന് ശരിക്കും പിരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ താഴെ പോവേ. കാര്യം വിട്ടുപോയി പറയാൻ. ഓക്കെ, ഇത് നമ്മൾ താഴെ വെച്ച് ചെയ്യേണ്ടി വരും തോന്നുന്നു. നമ്മുടെ കയ്യിൽ വെച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ പേപ്പർ അവിടെ നിന്ന് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ലാസ്റ്റ് സമയങ്ങളിലേക്ക് എത്തിയില്ലേ, ഇത് നമുക്ക് താഴെ വെച്ച് തന്നെ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റിന് തൽക്കാലം നമ്മൾ ടേബിളിൽ നിന്ന് മാറിയേക്കാണ്. ഓക്കെ, നമ്മൾ തീ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഇതെന്തായാലും നമ്മൾ തീ ഉണ്ടാക്കിയിട്ട് അടങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 മരം വെച്ച് ആ പ്രഷറും ഫ്രിക്ഷനും കൂടിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സംഭവം പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇനി തീ വരുന്നതെന്ന് അറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൊടുക്കണേ. സംഭവം പാളിന്ന് തോന്നണേ. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണ്ടോ. നമ്മൾ സാധാരണ എക്സ്പെരിമെൻറ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒറ്റ തവണയാണ് റിസൾട്ട് കിട്ടുന്നതെന്നുള്ള ധാരണയ്ക്ക് ഇപ്പോൾ മാറി കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടായിരിക്കും ഒരെണ്ണത്തിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. നമ്മളൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയാണ്. ഒരു തവണ ചെയ്തുകൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. മോനെ എന്താ സമയം ഉണ്ടോ ഇനി? 3 മിനിറ്റും ഇത്ര അധികം എക്സ്പെരിമെൻറ്റും കവർ ചെയ്യാനുണ്ട് നമുക്ക്. ഓക്കെ, സെറ്റാക്കാം നമുക്ക്. അയ്യോ, ഇത്രയും ചെയ്തു. ഇനിയുണ്ട് കുറച്ചുകൂടി ചെയ്യാൻ. റെഡി? പ്രവീണേ, തീ കത്തോ? ആർ യു ഷുവർ? അതാണ് പ്രവീൺ മച്ചാൻ. നടക്കില്ലെന്ന് പറഞ്ഞാലും നമുക്ക് പ്രോത്സാഹനം തരും. ഞാൻ ഇത്ര പണിയെടുത്തതുണ്ടെങ്കിൽ നിനക്ക് കത്തിക്കൂടായിരുന്നാ? അയ്യോ, രക്ഷയില്ലെന്ന് തോന്നുന്നു പറയണേ. ഒരു ട്രൈ ചെയ്ത് നിർത്താട്ടോ നമുക്ക്. ഫൈനൽ എക്സ്പെരിമെന്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു സമയം. പോകഞ്ഞു തുടങ്ങിയിട്ടുണ്ടാ. നമ്മൾ ഇത്ര നേരം പണിയെടുത്തതിനുള്ള റിസൾട്ട് ഇപ്പോൾ കിട്ടും. സംഭവം പോകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തിലേക്ക് നമ്മൾ തീ പിടിപ്പിക്കും? കോട്ടണിലേക്ക് തന്നെ പിടിപ്പിക്കാം. ഒന്ന് സെറ്റായി വരട്ടെ. ഓക്കെ, പോകുന്ന കണ്ടു പറയണേ. നമ്മൾ ഇത്ര നേരം ഇട്ട് വരച്ചോണ്ടിരുന്നിട്ടാ, എന്നിട്ടാണ് ഈ പുക വന്നത്. സമയം കഴിയാറായടാ. 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അയ്യോ, നമ്മൾ ഇത്ര അധികം എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് കുറച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇത് നമ്മൾ തീയാക്കി മാറ്റാൻ പോവാണേ.
എടാ തീ ആയിക്കൊണ്ടിരിക്കണ്ട. പക്ഷെ ഫുള്ള് തീ ആയിട്ടില്ല. അതേ ഇങ്ങനെ പുകഞ്ഞ് തീയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് മാത്രം വെച്ചുകൊണ്ടിരുന്ന അടുത്ത എക്സ്പെരിമെൻറ്റ് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ. അടുത്ത എക്സ്പെരിമെൻറ്റും ഒരു ഫയർ മേക്കിംഗ് എങ്ങനെയാണ് പോലെ കത്ത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഡബിൾ മിൻറ്റിൻ്റെ ചൂയിങ്കം വേണം. അതിൻ്റെ ഔട്ട് സൈഡിലുള്ള റാപ്പാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് നമ്മളെടുത്തു. ഇനി നമ്മളൊരു കത്രിക വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുകയാണേ. നമ്മളൊരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. സമയം നോക്കണോട്ടെ മോനെ, 1 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഇനി. ഓക്കെ, നമ്മളിനി ഇതിങ്ങനെ വി ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബാറ്ററിയാണ്. ഒരു AA ബാറ്ററി എടുത്തിട്ട് ഇതിന് ക്രോസായിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. തീ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. തീ വന്നപ്പോഴേക്കും കെട്ടുപോയി. അല്ല കത്തിപ്പോയില്ല, കെട്ടുപോയി അല്ല വിട്ടുപോയി. കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മളൊരു ട്രൈ കൂടി ചെയ്ത് നോക്കുകയാണ്. ഗ്ലൗസ് ഇട്ടിട്ടാണ് നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്ന. അയ്യോ, 10 സെക്കൻഡ് എടുത്ത് തരുമോ? ലാസ്റ്റ് എക്സ്പെരിമെൻ്റ് കൂടി നമുക്ക് കഴിച്ചിട്ട് നിർത്താൻ തോന്നുന്നു കേട്ടോ. ഓക്കെ, തീ കത്തി. അങ്ങനെ 1 മണിക്കൂറായ പോലെ നോക്കട്ടെ. ഇപ്പോൾ സമയം കൃത്യം 11 മണി കേട്ടാ. 1 മണിക്കൂർ കണ്ടിന്യൂസ് നീണ്ടു നിന്ന നമ്മുടെ എക്സ്പെരിമെൻ്റ് മാമാങ്കം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഒരുപാട് എക്സ്പെരിമെൻ്റ് ബാക്കിയുണ്ട് ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്തെത്താൻ പറ്റിയില്ല. അങ്ങനെ വെച്ചാൽ അങ്ങനെ നമ്മുടെ 60 മിനിറ്റ് കൊണ്ട് നമ്മുടെ എക്സ്പെരിമെൻ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഓക്കെ, പക്ഷേ പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ 60 മിനിറ്റ് കൊണ്ട്, അതായത് 1 മണിക്കൂർ കൊണ്ട് 100 എക്സ്പെരിമെൻറ്റ് കവർ ചെയ്യണമെന്നാണെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമുക്ക് 31 എക്സ്പെരിമെൻറ്റ് മാത്രമേ കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അല്ലേ? 32 ഇല്ല, അതിൽ പറഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്തു. ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ പദവി ഉണ്ടായിരുന്ന സ്കിപ്പ് ചെയ്തു. അങ്ങനെ 31 എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ 100 എക്സ്പെരിമെൻറ്റിന്. അതിൻ്റെ സങ്കടമുണ്ട്. പിന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നമുക്കറിയാം. കാരണം ഇച്ചിരി ലാഗൊക്കെ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലൈവായിട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവുമെന്ന് പറയാം. അത് ക്ഷമിക്കുക. എന്തായാലും നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്താണ് 100 എക്സ്പെരിമെൻറ്റ് തീർക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ ഇടയിൽ ടൈം ലാഗുകളും കാര്യങ്ങളും വന്ന കാരണം നമുക്ക് 31 എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും അടിപൊളിയായിരുന്നു അല്ലേ? യെസ്, അടിപൊളി. അപ്പോൾ എന്തായാലും മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ നമ്മൾ അധികം ഒന്നും പറഞ്ഞു നീട്ടുന്നില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇവരുടെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ അനുകരിക്കാൻ പാടില്ലാത്ത എക്സ്പെരിമെൻസുകളൊന്നും കൊച്ചുകുട്ടികളാരും തന്നെ അനുകരിക്കാതിരിക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ പ്രവീൺ, അതുപോലെ ടീം M4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.